നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഋഷഭ് പന്ത് എന്താണ് ഇന്ന് കാണിച്ചത്? പല തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ വരുന്നുണ്ട്. കമൻട്രി ബോക്സിലിരുന്ന് പൊട്ടിത്തെറിച്ച സുനിൽ ഗാവസ്കർ നമ്മൾ കണ്ടു. അദ്ദേഹം ഔട്ടായ രീതിയെക്കുറിച്ച് ഹർഷ ഭോഗലെ വിശദീകരിക്കുന്നു. അതിന് പിന്നാലെ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദേഷ്യമൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സുനിൽ ഗാവസ്കർ. എന്നിട്ടും അരീശം അടങ്ങാതെ എന്ന് പറഞ്ഞ പോലെ വീണ്ടും അത് തന്നെ പറയുന്ന ഗാവസ്കർ ഇത് പേഴ്സണലായിട്ട് എടുത്തെന്ന് തോന്നുന്നു. എന്തായാലും അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഗാവസ്കർ എന്തിന് ഇങ്ങനെ രോഷം കൊള്ളുന്നു എന്നുള്ളത്. ഋഷഭ് പന്ത് ഇന്ന് പുറത്തായ രീതി തീർച്ചയായിട്ടും ക്രിക്കറ്റ് പ്രേമികളെ നിരാശപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകരെ നിരാശപ്പെടുത്തുന്നതാണ്. 37 പന്തുകളിൽ നിന്ന് 28 റൺസാണ് അദ്ദേഹം എടുത്തത്. ബോളണ്ടിൻ്റെ പന്ത് സ്കൂപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അദ്ദേഹത്തിന് പിഴക്കുന്നു. ഏതാണ്ട് ഫൈൻ ലെഗിൻ്റെ ഭാഗത്തേക്കാണ് അദ്ദേഹം സ്കൂപ്പ് ചെയ്യാൻ ശ്രമിച്ചതെങ്കിലും ബോൾ പോയത് നേരെ മറുഭാഗത്തേക്കാണ്. എഡ്ജ് കൊണ്ടതാണ്. ലിയോൺ ക്യാച്ച് എടുക്കുന്നു. മറിഞ്ഞടി തിരിഞ്ഞടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്നും അതാണ് അദ്ദേഹത്തിൻ്റെ കളിയുടെ പ്രത്യേകത എന്നും ആണ് അദ്ദേഹത്തിൻ്റെ മികവെന്നും ഒക്കെ പലരും പറയാറുണ്ട്. പക്ഷേ ഇതിപ്പം പിഴച്ചുപോയി. ഇതേ ടെസ്റ്റിലാണ് കോൺസ്റ്റസ് ബൂംറയ്ക്കെതിരെ സ്കൂപ്പ് എടുത്തടിച്ചത് വലിയ രൂപത്തിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു ഇത്തരം ഷോട്ടുകൾ പിഴച്ചു കഴിഞ്ഞാൽ വലിയ വിമർശനങ്ങളും വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഈ സാധാരണ ട്രഡീഷണൽ അല്ലെങ്കിൽ കോപ്പി ബുക്ക് ഷോട്ടുകളല്ലാത്ത ഷോട്ടുകൾ പിഴക്കുമ്പോൾ, റിസ്ക് എടുത്ത് കളിക്കുമ്പോൾ അത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് ഒഴിക്കും. പക്ഷേ ഇവിടെ ഈ റിസ്ക് എടുത്ത സമയം അത് അസമയമായിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യ സ്ട്രഗിൾ ചെയ്യുന്ന ഘട്ടത്തിൽ WTC ഫൈനൽ നമുക്ക് എത്തിപ്പിടിക്കാൻ ഇനിയും കയ്യാലപ്പുറത്തിരിക്കുന്ന രൂപത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ സീരീസ് ഓൺ ദി ലൈനാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ടീമിനെ രക്ഷപ്പെടുത്തിയെടുക്കേണ്ട ഘട്ടത്തിലാണ് ഋഷഭ് പന്ത് ആ രൂപത്തിൽ പുറത്തു പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വമില്ലായ്മയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ സ്റ്റുപ്പിഡിറ്റി ആയിട്ടും ഒക്കെ വിലയിരുത്തപ്പെടും. പക്ഷേ ഇതിന് പുറകിൽ ഓസ്ട്രേലിയക്കാർ കൃത്യമായിട്ട് പ്ലാൻ ഇട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഗാവസ്കർ പറഞ്ഞൊന്ന് നോക്കാം. ഗാവസ്കർ അപ്പോൾ പറഞ്ഞത് സ്റ്റുപ്പിഡ് എന്നാണ്. എന്നിട്ട് അവിടെ 2 ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങോട്ടേക്ക് തന്നെ അടിക്കുന്നു. ഇതിനു മുമ്പത്തുള്ള പ്രീവിയസ് ഷോട്ട് നിങ്ങൾ മിസ് ചെയ്തതാണ്. എന്നിട്ട് എങ്ങോട്ടേക്കാണ് നിങ്ങൾ അടിക്കാൻ ശ്രമിച്ചത്? എവിടെയാണ് ക്യാച്ചായത്? യു ഹാവ് ബീൻ കോട്ട് അറ്റ് ഡീപ്പ് തേർഡ് മാൻ. ഇതാണ് വിക്കറ്റ് വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ത്രോയിങ് എവേ യുവർ വിക്കറ്റ്. പിന്നെയും അദ്ദേഹം പറയുന്നുണ്ട്, സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മനസ്സിലാക്കി വേണം കളിക്കാൻ. ഇതാണ് എൻ്റെ നാച്ചുറൽ ഗെയിം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഐ ആം സോറി, അതല്ല നിങ്ങളുടെ നാച്ചുറൽ ഗെയിം. ഈ ചെയ്ത കാര്യം സ്റ്റുപ്പിഡ് ഷോട്ടാണ്. ദാറ്റ് ഈസ് ലെറ്റിംഗ് യുവർ ടീം ഡൗൺ ബാഡ്ലി. നിൻ്റെ ടീമിനെ വളരെ ബാഡ്ലി ഡൗൺ ആക്കുന്ന പണിയാണ് നീ ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം രോഷം കൊണ്ട് പറയുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിന് പറയാൻ കഴിയുക. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് വീഴ്ത്തിയതാണ് ഋഷഭ് പന്തിനെ ഓസ്ട്രേലിയക്കാർ എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയണം. ഈ സീരീസിന് മുമ്പ് ഓസ്ട്രേലിയൻ സ്കീപ്പർ പാറ്റ് കമിൻസ് പറഞ്ഞത്, സ്റ്റാർ സ്പോർട്സിൽ സംപ്രേഷണം ചെയ്തിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞത് പന്തിനെ കുറിച്ച്, ഹീ ഈസ് സമൺ ഹു ഹാസ് ഹാഡ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ എ കപ്പിൾ ഓഫ് സീരീസ്, ഗോട്ട് ടു ട്രൈ ടു കീപ്പ് ഹിം ക്വയറ്റ് എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ അവർ ചെയ്ത് നടപ്പാക്കി കാണിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ സ്ട്രാറ്റജി വളരെ കൃത്യമായിരുന്നു. പന്തിനെ സ്ട്രൈറ്ററായിട്ട് കളിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അപ്പോൾ ഇന്ന് അങ്ങനെ കളിച്ചിട്ടല്ല ഔട്ടായത്. പക്ഷേ മൊത്തത്തിൽ അവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ അദ്ദേഹം ആ ഒരു സംഗതി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറകോട്ട് സ്കോപ്പ് ചെയ്യാൻ പോയത്. എന്തായാലും സംഗതി അവരുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പന്ത് ടു പ്ലേ സ്ട്രൈറ്റർ. അത് ഫാസ്റ്റ് ബൗളേഴ്സ് കൃത്യമായിട്ട് എയിം ചെയ്യുന്നത് ആംഗ്ലിങ് അക്രോസ്, ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർക്ക് ആംഗ്ലിങ് അക്രോസ് പന്തെറിയുക എന്നുള്ളതാണ്. പന്തിൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഡാംഗ്ലിസ് ബാറ്റ് എഹെഡ് ഓഫ് ദി ഫ്രണ്ട് പാഡിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിന് ഡാംഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ്. ആ ഒരു ടെൻഡൻസി അദ്ദേഹത്തിനുണ്ട്. അപ്പം ഇത്തരത്തിൽ ആംഗ്ലിങ് അക്രോസ് ചെയ്ത് വരുന്ന പന്തുകൾക്കെതിരെ അങ്ങനെ വരുമ്പോൾ ബാറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചില ഇഷ്യൂസ് വരുന്നു. അത് മുതലെടുക്കുകയാണ് ചെയ്തത് കമിൻസും മിച്ചൽ സ്റ്റാർക്കും. അവരുടെ ഓവർ ദി വിക്കറ്റ് ആംഗിൾസ് കൃത്യമായിട്ട് ഓവർ ദി വിക്കറ്റിൽ നിന്ന് പന്തെറിഞ്ഞുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി നിയർ പെർഫെക്ഷനിൽ അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയായിരുന്നു. ഇതാണ് ഇതിൻ്റെ മുമ്പത്തെ ടെസ്റ്റുകളിലൊക്കെ നമ്മൾ കണ്ടത്. ഇന്ന് പക്ഷേ അദ്ദേഹം ആ സ്കൂപ്പിന് പോയി അതിൽ വീഴുകയും ചെയ്തു. അപ്പം ഇത് അവർക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു, അത് നടപ്പാക്കുന്ന കാഴ്ചയാണ്. ഏതായാലും
പന്തിനെതിരെ ഇത് മുമ്പും മറ്റ് ചില ടീമുകൾ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പന്ത് ഇപ്പം എന്തായാലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും. അതിന് ബ്രേക്ക് ചെയ്യാനുള്ള പദ്ധതികളുമായിട്ട് ഋഷഭ് പന്ത് എന്ന പ്രതിഭാശാലി വരും എന്ന പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതായാലും പന്തിനെ വലിയ രൂപത്തിൽ കുറ്റപ്പെടുത്തുന്നവരറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ സീരീസിലെ ഒരു പ്രകടനം 37 റൺസ് ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം അടിച്ചത്. ഈ സീരീസിൽ ആകെ ഉള്ളതാണ്. സീരീസിലെ ആദ്യ ഇന്നിങ്സിൽ 37, അതിനുശേഷമുള്ള ഇന്നിങ്സിൽ 1 റൺസ്, പിന്നെ ഒരു 21, പിന്നെ ഒരു 28, പിന്നെ 9, ഇന്ന് വീണ്ടും 28. സോ ഇത് പറയുമ്പോൾ മോശമാണ്, ശരിയാണ്. പക്ഷേ പല വമ്പന്മാരെക്കാളും മോശമല്ലാത്ത സ്കോറും ഉണ്ട്. അപ്പോൾ പുറത്താക്കണമെങ്കിൽ ആരാദ്യം പുറത്താക്കണം എന്നുള്ള ചർച്ച വേറെ നടത്തണം. എന്തായാലും പന്തിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇട്ട് എത്താം.